നമസ്കാരം. താരിഫ് വിഷയത്തിൽ സുപ്രീം കോടതി വിധി വന്നതോടെ അമേരിക്കയുടെ അടിവേരിളകുന്ന തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കാൻ പോവുകയാണ്. അധികാരഭ്രമവും അഹങ്കാര നയങ്ങളും കൊണ്ട് ട്രംപ് എന്ന ഏകാധിപതി പിടിച്ചെടുത്ത മുഴുവൻ സമ്പത്തും ഒരു നയാ പൈസ ഇല്ലാതെ ലോകത്തിന്റെ മുന്നിൽ വയ്ക്കേണ്ടി വരുന്ന നിലയിലാണ് അമേരിക്ക. താരിഫ് വിഷയത്തിൽ സുപ്രീം കോടതി വിധി തിരിച്ചടിയായതോടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പിരിച്ച കോടികൾ US തിരിച്ചു നൽകേണ്ടി വരുമെന്നാണ് കണക്ക്. മറ്റു രാജ്യങ്ങൾക്കുമേൽ തീരുവ ചുമത്താൻ പ്രസിഡന്റിന് അധികാരമില്ല എന്ന് വിധിച്ചാണ് US പരമോന്നത കോടതി പകരത്തീരുവ റദ്ദാക്കിയത്. ഇതോടെ ഏകദേശം 17,500 കോടി ഡോളറിലേറെ, അതായത് ഏകദേശം 15.59 ലക്ഷം കോടി രൂപ റീഫണ്ട് ചെയ്യേണ്ടി വരുമെന്നാണ് പ്രാഥമിക കണക്കുകൾ പറയുന്നത്. പെൻസിൽവാനിയ സർവകലാശാലയിലെ ഗവേഷകർ തയ്യാറാക്കിയ കണക്കാണിത്. വിധിക്ക് പിന്നാലെ ചില കമ്പനികൾ റീഫണ്ട് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം ഇതിനകം തന്നെ ഈടാക്കിയ തീരുവ US സർക്കാരിന് കൈവശം വെക്കാമോ എന്ന കാര്യത്തിൽ സുപ്രീം കോടതി വിധി വ്യക്തമായൊന്നും പറയുന്നില്ല. ഈ പണം തിരിച്ചു നൽകണമെന്നും നിർദ്ദേശം നൽകിയിട്ടില്ല. ഇക്കാര്യത്തിൽ ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാട് നിർണായകമാകും. എന്നാൽ ഇതിനോടകം പിരിച്ച തുക തിരിച്ചു നൽകേണ്ടി വരുന്നതിലെ ബുദ്ധിമുട്ടുകൾ വിധിയിൽ എടുത്തു പറയുന്നുണ്ട്. ട്രംപിന്റെ താരിഫിനെതിരായ പ്രചരണങ്ങൾ നടത്തുന്ന വി പേ ദി താരിഫ് എന്ന കൂട്ടായ്മ എത്രയും വേഗം റീഫണ്ട് നടപടികൾ തുടങ്ങാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. താരിഫ് ബാധിച്ച 800-ലധികം US സംരംഭകരാണ് ഈ കൂട്ടായ്മയിലെ അംഗങ്ങൾ. സുപ്രീം കോടതി വിധി ചെറുകിട സംരംഭകരുടെ വലിയ വിജയമാണെന്നാണ് ഇവരുടെ പ്രതികരണം. എന്നാൽ അധികമായി നൽകിയ തുക തിരിച്ചു കിട്ടാതെ വിധിയിൽ അർത്ഥമില്ല. ഭാവിയിലെ വ്യാപാര നയങ്ങളെക്കുറിച്ച് വ്യക്തത വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടെ എല്ലാവരും ചോദിക്കുന്നത് അധികമായി അടച്ച തീരുവ ഇന്ത്യക്കും തിരിച്ചു കിട്ടുമോ എന്നാണ്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 2-നാണ് ഇന്ത്യക്കുമേൽ ട്രംപ് 25% പകരത്തീരുവ ചുമത്തിയത്. പിന്നാലെ റഷ്യൻ എണ്ണ വാങ്ങലിനെ ചൊല്ലി തീരുവ 50% വർദ്ധിപ്പിച്ചു. അധിക ചെലവ് ഇന്ത്യൻ കയറ്റുമതിക്ക് കമ്പനികളും US ഇറക്കുമതിക്കാരുമാണ് വഹിച്ചത്. പല ഉൽപ്പന്നങ്ങൾക്കും വില കൂട്ടി ഉപഭോക്താക്കളിലേക്ക് ഇത് കൈമാറി. അതുകൊണ്ട് തന്നെ അധികമായി നൽകിയ തുക ഉടനൊന്നും തിരികെ കിട്ടില്ല എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇതിന് കാലതാമസം വന്നേക്കും. സുപ്രീം കോടതി വിധിയിൽ റീഫണ്ടിനുള്ള കാര്യം എടുത്തു പറഞ്ഞിട്ടില്ല എന്നതും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കയുടെ താരിഫ് നയം പലപ്പോഴും ദേശീയ വ്യവസായ സംരക്ഷണം എന്ന പേരിൽ കർക്കശമാക്കി. പ്രത്യേകിച്ച് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് ഉയർന്ന തീരുവ ചുമത്തിയ നടപടികൾ ആഗോള വ്യാപാരത്തിൽ സംഘർഷവും പ്രതികാര തീരുവകളും സൃഷ്ടിച്ചു. എന്നാൽ കോടതി വിധി ആ നടപടികളിൽ നിയമപരമായ പിഴവുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലം വെറും പണത്തിൽ ഒതുങ്ങില്ല. രാജ്യാന്തര വ്യാപാരത്തിൽ അമേരിക്കയുടെ വിശ്വാസ്യതയ്ക്കും മങ്ങലുണ്ടാകും. വിവിധ രാജ്യങ്ങൾക്ക് പണം തിരികെ നൽകേണ്ടി വന്നാൽ അത് ഫെഡറൽ ബജറ്റിന് വലിയ ഭാരമായേക്കാം. ഇതിനകം തന്നെ കടബാധ്യതയും ചെലവുകളും ഉയർന്ന സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായ വലിയ നഷ്ടപരിഹാരം സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കും. സർക്കാർ ചെലവുകൾ കുറയ്ക്കൽ, പുതിയ നികുതികൾ അല്ലെങ്കിൽ വായ്പ വർദ്ധിപ്പിക്കൽ തുടങ്ങിയ നടപടികൾ പരിഗണിക്കേണ്ടി വരുമെന്ന സാധ്യതയും ഉയരും. ഇത് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അസന്തോഷം വളർത്താനും ഇടയാക്കും. രാഷ്ട്രീയമായി ഇത്തരം വിധി ഭരണകൂടത്തിന്റെ നയങ്ങൾക്കെതിരായ ശക്തമായ വിമർശനത്തിന് വഴിവെക്കും. പ്രത്യേകിച്ച് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പിന്തുടർന്ന അമേരിക്ക ഫസ്റ്റ് വ്യാപാര നയം ചോദ്യം ചെയ്യപ്പെടാം. അദ്ദേഹത്തിന്റെ പിന്തുണക്കാർക്ക് ഇത് രാഷ്ട്രീയ പ്രഹരമാവുകയും വിമർശകർക്ക് അതേസമയം ആയുധമാവുകയും ചെയ്യും. നിയമപരമായ ഉത്തരവാദിത്തങ്ങൾ, അന്വേഷണം, കോൺഗ്രസ് സമ്മർദ്ദം തുടങ്ങിയവ ശക്തമായാൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെയും പാർട്ടിയുടെ തന്ത്രങ്ങളെയും പോലും ബാധിക്കാം. മൊത്തത്തിൽ താരിഫ് വിഷയത്തിൽ സുപ്രീം കോടതി വിധി ട്രംപിന് സാമ്പത്തിക നഷ്ടം, രാഷ്ട്രീയ സമ്മർദ്ദം, അന്താരാഷ്ട്ര വിശ്വാസ്യതയുടെ പരീക്ഷണം എന്നിവ ഒരുമിച്ച് സൃഷ്ടിക്കാവുന്ന നിർണായക ഘട്ടമായി മാറും. അതിന്റെ യഥാർത്ഥ ആഘാതം അധികാരവും ചെങ്കോലും എന്നേക്കുമായി ട്രംപ് എന്ന അധികാരമോഹിക്ക് അന്യമാകുന്ന തരത്തിലേക്ക് വഴിവെക്കും. ട്രംപ് അധികാര ഭ്രഷ്ടനാക്കപ്പെട്ട് ലോകത്തിന് അഭിമുഖീകരിക്കാൻ പോലും കഴിയാതെ ഒളിവിൽ പാർക്കേണ്ട അവസ്ഥ സൃഷ്ടിക്കും. അങ്ങനെ ട്രംപിന്റെ യുഗം അവസാനിക്കാനുള്ള ആദ്യത്തെ വെടി മുഴങ്ങിക്കഴിഞ്ഞു.